ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫ്ലവേഴ്സ് തന്നെയാണ് പഠിക്കുന്നത്. 27ാമതായിട്ട് ചെയ്തെടുക്കുന്ന ഫ്ലവറിനും സൂകൾ വെച്ച് തന്നെയാണ് തുടങ്ങുന്നത് പിന്നെ നമ്മൾ ഇതുവരെയായിട്ടും ചെയ്തെടുക്കാത്ത രീതിയിലുള്ള ഒരു പെറ്റലാണ് ഈ ഫ്ലവറിന് വന്നിട്ടുള്ളത്. കണ്ടാൽ ഒരു ഫാനിൻ്റെ ലീഫ് പോലെയൊക്കെ തോന്നും. ആദ്യം ഒരു 4 പെറ്റലാണ് വരയ്ക്കേണ്ടത് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ പെറ്റൽസ് വരച്ച് പോവുക. എന്നിട്ട് അവിടെയുള്ള ഭാഗങ്ങൾ താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന രീതിയിൽ ഒരു 3/4 ഷെയ്ഡ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ താഴെയും ചെയ്യുക. പിന്നെ ഒന്ന് ഡാർക്കെയിൻ ചെയ്ത് കൊടുക്കുക ഔട്ട്ലൈൻ. ഇനി അടുത്തതായിട്ടും ചെയ്തെടുക്കുന്നത് സൂള വെച്ചിട്ട് തന്നെയാണ് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഹംസ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി 2 ലൈൻസ് ഇതുപോലെ വരച്ച് കൊടുത്തിട്ട് ഒരു ലീഫിൻ്റെ മോഡലിലുള്ള ഒരു പെറ്റലാണ്. ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തുള്ള ഭാഗം ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. പക്ഷേ ഇതുപോലെയുള്ള ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫ്ലവറുകൾ പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് കാണാതെ തന്നെ മെഹന്തി ഡിസൈൻസ് ഇടാൻ കഴിയും. അതിനാണ് ഇത്രയും ഫ്ലവറൊക്കെ പഠിക്കുന്നത്. ഇനി അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കെയിൻ ചെയ്തെടുക്കാം ഡാർക്കെയിൻ ചെയ്യുമ്പോൾ ആ നടുവുള്ള വര കൂടിച്ചേരാതെ വേണം ഡാർക്കെയിൻ ചെയ്തെടുക്കാൻ ആ നടുവിലുള്ള വര നമുക്ക് അവിടെ കാണണം. അങ്ങനത്തെ രീതിയിൽ എന്ത് ചെയ്യാം, ഡാർക്കെയിൻ ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ടും ചെയ്തെടുക്കുന്നത് ഒരു സൂള് വെച്ചിട്ട് തന്നെയാണ് ആദ്യം ഒരു സൂള് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടൊന്ന് തിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കണ്ടില്ല, ഇതുപോലെയുള്ള പെറ്റൽസാണ് വരച്ച് കൊടുക്കുന്നത്. ഒരു ലീഫിൻ്റെ പോലെയൊക്കെയുള്ള ഒരു പെറ്റൽസാണ് വരച്ച് കൊടുക്കുന്നത് എത്ര വേണമെങ്കിലും വരയ്ക്കാം, എണ്ണങ്ങളൊന്നുമില്ല. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ പെറ്റൽസ് ഇങ്ങനെ വരച്ച് കൊടുക്കുക പെറ്റൽസ് വരച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി വലുതായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ ആദ്യം വരച്ച അതേ സൈസ് ആയാലും കുഴപ്പമില്ല ഇനി അതിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന രീതിയിലൊന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. കുറച്ച് നേരം വൈകിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പം നിഴലൊക്കെ കാണുന്നുണ്ട്, എല്ലാവരും ക്ഷമിക്കണം ഇനി അതിൻ്റെ വെളിയിൽ നമ്മൾ വരച്ചില്ലേ, ആ പെറ്റൽസുകൾ മാത്രം ഒന്ന് ഔട്ട്ലൈൻ ഡാർക്കെയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ആദ്യം ഒരു വെർട്ടിക്കൽ ലൈൻ പോലെ ഒരു ഇൻവിസിബിൾ ലൈൻ വരയ്ക്കുക. അതിൻ്റെ കുറുകെ ഒരു ഇൻവിസിബിൾ ലൈൻ വരയ്ക്കുക. എന്നിട്ട് കണ്ടില്ലേ, ഇതുപോലെയൊക്കെ പാർട്ടീഷൻ ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് നീളത്തിൽ തന്നെ ഇതുപോലത്തെ പെറ്റൽസ് ചെയ്തെടുക്കാം ഇനി നടുവിലായി ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇൻവിസിബിൾ ലൈൻ ചെയ്തെടുത്ത അവിടം വരെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കണം ആ ഇൻവിസിബിൾ ലൈൻ കാണാൻ പാടില്ല. അങ്ങനത്തെ രീതിയിൽ എന്ത് ചെയ്യുക, ഷെയ്ഡ് ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെയുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ അതിൻ്റെ ചെറുത് വരച്ചു കൊടുക്കാം.
അവിടെയും ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതാ ഇതുപോലെ നമ്മൾ വരച്ച വെളിയിൽ മാത്രം വരച്ച ചെറിയ പെറ്റൽസിന് മാത്രം ഒന്ന് ഡാർക്കിങ് ചെയ്തെടുക്കാം. പിന്നെ അല്ലാത്ത പെറ്റൽസുകൾക്കൊക്കെ നമ്മൾ വലുതായിട്ട് ഡാർക്കിങ് ചെയ്യാതെ ചെറുതായിട്ട് ഒരു ലൈനും കൂടി അതിൻ്റെ മുകളിൽ വരച്ച് കൊടുക്കാം. നമ്മൾ വെളിയിൽ ചെയ്ത അത്രയും ഡാർക്കിങ് വേണ്ട കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ എങ്ങനെയാണോ ഒരു സാധാരണ ഫ്ലവർ വരയ്ക്കുന്നത് അതുപോലെ 5 പെറ്റലിൽ ഒരു ഫ്ലവർ വരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പറഞ്ഞു ലൈൻസ് ഷെയ്ഡിങ്ങിന് പകരം ഇട്ട് കൊടുക്കാറുണ്ടെന്ന്. ആ ഒരു രീതിയാണ് കേട്ടോ ഇവിടെ എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ലൈൻസ് വരച്ചിട്ട് വേണമെങ്കിൽ നടുവിലുള്ള ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കൻ ചെയ്തെടുക്കാം. രണ്ടാമതായിട്ട് ഒരു റൗണ്ട് വെച്ചിട്ട് അതിനെ ഒന്ന് തിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് നല്ല നീളത്തിൽ തന്നെ ഇതുപോലത്തെ പെറ്റലുകൾ ചെയ്തെടുക്കാം കേട്ടോ. ഇത് 4 എണ്ണമാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് റൗണ്ട് വരച്ചതിന് ശേഷം അവസാനം വേണമെങ്കിലും തിക്ക് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അതിൻ്റെ ഇടകളിലായിട്ട് വരുന്ന 4 സൈഡുകളിലും ഇതുപോലെ ചെറിയ ലീഫുകൾ ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് ഷെയ്ഡിങ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഷെയ്ഡിങ് ചെയ്തതിന് ശേഷം അതിൻ്റെ വെളിയിൽ വരുന്ന പൊങ്ങിയിട്ട് പിന്നെ ഒന്ന് വളഞ്ഞിട്ടാണല്ലേ വരുന്നത്. ആ ഭാഗങ്ങൾ മാത്രം ഒന്ന് ഡാർക്കൻ ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ഒരു റൗണ്ട് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് ചെറിയ ചെറിയ റൗണ്ട്സുകൾ വരച്ച് കൊടുക്കുക. നമ്മൾ ഷെയ്ഡിങ് ടെക്നിക്കിന് പകരം യൂസ് ചെയ്യുന്ന എലമെൻറ്റുകളൊക്കെ പഠിച്ചില്ലേ, അതിലൊരു എലമെൻ്റ് ആണല്ലോ റൗണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വരച്ച ഒരു പെറ്റലിൻ്റെ നീളത്തിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇതിന് 5 എണ്ണം വേണം, 4 എണ്ണം വേണം, അങ്ങനെയൊന്നുമില്ല കേട്ടോ. എത്ര വേണോ ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇടകളിൽ വരുന്ന ഭാഗത്ത് നമ്മൾ നേരത്തെ ലീഫ് പോലെ ചെയ്തെടുത്തില്ലേ, അതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. പക്ഷേ ഇവിടെ നടുവിലായിട്ട് ആ ലൈൻസ് വരുന്നില്ല. ഇനി അതിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ലീഫ് പോലെ വരച്ചെടുത്തില്ലേ, ആ ഒരു ഭാഗം മാത്രം ഒന്ന് ഡാർക്കൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആ ഡാർക്കൻ ചെയ്തെടുത്ത പെറ്റലിൻ്റെ അടുത്തായിട്ടിരിക്കുന്ന പെറ്റലിന് അതിൻ്റെ മുകളിലായിട്ട് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി 34-ാമതായിട്ട് ഒരു ചെറിയ സൂള് വരച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഹംസ് ഇതുപോലെ വരച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെയുള്ള പെറ്റൽ വരച്ചെടുക്കുക. ഇതൊരു 5 എണ്ണമാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അവിടെ നമ്മൾ ഹംസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഷെയ്ഡ് ചെയ്യുമ്പോൾ എപ്പോഴും ടിപ്പ് ക്ലീൻ ചെയ്ത് ഷെയ്ഡ് ചെയ്തെടുക്കാം കേട്ടോ. എങ്കിലേ നല്ല വൃത്തിക്ക് കിട്ടുള്ളൂ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സുമായി നാളെ കാണാം. ടാറ്റാ.